മകളെ 8ാം ക്ലാസ്സിലെ മാത്സിലെ ഫുൾ ഫോർമുലകളും ഫുൾ കോൺസെപ്റ്റ്സുമാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നോക്കാം. ആദ്യത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സ്ക്വയേഴ്സ് അഥവാ വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് x+y² എക്സ്പാൻഷൻ, രണ്ടാമത് x/y എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ കാണാൻ ന്യൂമറേറ്ററിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഈ ഒരു കാര്യമാണ് പഠിച്ചു വെക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസിലേക്ക് വരുമ്പോൾ എപ്പോഴൊക്കെയാണ് ട്രയാങ്കിൾ ഈക്വൽ ആവുക എന്നുള്ളതാണ്. എപ്പോഴൊക്കെയാണ് ത്രികോണങ്ങൾ തുല്യമാവുക. SSS 3 സൈഡും തുല്യമാകുമ്പോൾ 2 സൈഡും അതിന്റെ നടുവിലുള്ള ആംഗിളും, അതാണ് SAS. 2 സൈഡും നടുവിലുള്ള ആംഗിളും, പിന്നെ ഒരു സൈഡും അതിന്റെ അറ്റത്തുള്ള 2 ആംഗിളും. ഓക്കെ, അത് ഈക്വൽ ആവുകയാണെങ്കിൽ ട്രയാങ്കിൾ എന്താകും? ഈക്വൽ ആകും. അതാണ് SSS, SAS, ASA. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. എന്തൊക്കെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സും ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. പിന്നെ ട്രയാങ്കിളില് ഇപ്പൊ 3 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ തുല്യമായ സൈഡിന് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഓക്കെ, ട്രയാങ്കിളില് തുല്യമായ സൈഡുകൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. പിന്നെ നോക്കിക്കേ, 2 ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ തുല്യമായ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്, തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും എന്ന കാര്യം ഒന്ന് പഠിച്ചു വെക്കാം. ദെൻ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ കാണുന്ന 2 ആംഗിളും ഈക്വൽ ആണ്. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈക്വൽ അല്ലാത്ത ആംഗിൾ 180 കുറയ്ക്കുക, പകുതി എടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ക്വയർ ഐഡന്റിറ്റീസ് അഥവാ വർഗ്ഗ സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5 ഐഡന്റിറ്റീസ് ആണ്. ഈ 5 ഐഡന്റിറ്റീസ് പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. x+y² = x² + 2xy + y². x-y² വരുമ്പോൾ ഇവിടെ പ്ലസ് വരുമ്പോൾ +2xy ആണെങ്കിൽ മൈനസ് വരുമ്പോൾ -2xy. അതാണ് വ്യത്യാസം. ഓക്കെ, എന്നിട്ട് ഇത് തമ്മിൽ കുറയ്ക്കുന്ന സമയത്ത് നടുവിലുള്ള 2 എണ്ണം നമുക്ക് 2xy 4xy കൂട്ടിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ x² x² കുറയ്ക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും, y² y² കുറയ്ക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും. ശരിയല്ലേ? ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ x² x² കുറയ്ക്കുമ്പോൾ ക്യാൻസൽ ആവും, y² y² കുറയ്ക്കുമ്പോൾ ക്യാൻസൽ ആവും. 2xy - 2xy തമ്മിൽ കുറയ്ക്കാന്ന് പറഞ്ഞാൽ കൂട്ടിയാൽ മതി. 2xy കൂട്ടിയാൽ 4xy. ഈ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ 2 നമ്പറുകളുടെ സ്ക്വയർ തമ്മിലുള്ള വ്യത്യാസം എന്താ വരിക? 2 നമ്പറുകളുടെ സ്ക്വയർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 കൂടെ കൂട്ടുക, 2 കുറയ്ക്കുക, തമ്മിൽ ഗുണിക്കുക. അതാണ് ഐഡിയ. ഈ 5 ഐഡന്റിറ്റി അവിടെ പഠിക്കണം. ഓക്കെ, ഇനി പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്, വശങ്ങളുടെ എണ്ണമാണ്. ഇനി അതിന്റെ പേരാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ പേരുകൾ പഠിച്ചു വെക്കുക. ദെൻ നമ്പർ ഓഫ് ഡയഗണൽ കാണാൻ n-3. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് n-2 അല്ലേ? സം ഓഫ് ഇന്നർ ആംഗിൾസ് n-2 180. ഒരു മൂലയിലുള്ള അകം കോണും പുറം കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. കാരണം അത് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡിയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നെ റെഗുലർ പോളിഗൺ അഥവാ സമബഹുഭുജം എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. സോ ഇപ്പോ ഒരു പുറം കോൺ തരികയാണെങ്കിൽ വശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ, ഒരു ഔട്ടർ ആംഗിൾ തന്നിട്ട് സൈഡ്സിന്റെ എണ്ണം ചോദിച്ചാൽ 360 ഡിഗ്രിയാണ് അതിന്റെ സമ്മ്. അതുകൊണ്ട് വശത്തിന്റെ എണ്ണത്തിനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു പുറം കോൺ കിട്ടും. സോ തിരിച്ച് 360 ഡിഗ്രീനെ ഔട്ടർ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഔട്ടർ ആംഗിൾ അഥവാ പുറം കോൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? n കിട്ടും, വശങ്ങളുടെ എണ്ണം. ഈ ഐഡിയ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്. എങ്ങനെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം? പ്രധാനമായിട്ടും പഠിക്കേണ്ടത് പ്ലസ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകും? മൈനസ് ആകും, മൈനസ് പ്ലസ് ആകും, ഇൻറ്റു ഡിവൈഡ് ആകും, ഡിവൈഡ് ഇൻറ്റു ആകും. ഒരു സംഖ്യ നമുക്കറിയാത്ത ഏത് സംഖ്യ ആണെങ്കിലും അതിനെ x എന്ന് സൂചിപ്പിക്കുക. അതിന്റെ 2 മടങ്ങ് 2x, അതിന്റെ 2 മടങ്ങിനേക്കാൾ 5 കൂടുതൽ 2x + 5 അല്ലേ? അതിന്റെ 5 മടങ്ങിൽ നിന്ന് 3 കുറവ് 5 times 3 subtracted from 5 times the number എന്ന് പറഞ്ഞാൽ 5x - 3. ആ രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. അതാണ്
പ്രധാനമായിട്ടും ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട കാര്യം. ഇനി ന്യൂ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നുമില്ല, ഒരു വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കാൻ നിങ്ങൾക്കറിയാം. നേരെ മറിച്ച് ചെറിയ നമ്പറിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറഞ്ഞാൽ വലുതെന്ന് ചെറുത് കുറയ്ക്കുക, മുന്നിൽ മൈനസ് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്? ചെറുതെന്ന് വലുത് കുറയ്ക്കാൻ പറഞ്ഞാൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് മുന്നിൽ മൈനസ് ഇട്ട് കൊടുക്കുക. പിന്നെ -x + y എന്ന് പറയുന്നത് എന്താണ്? y - x. ഓക്കെ, അത് പഠിച്ചു വെക്കുക. -6 + 4 എന്ന് പറഞ്ഞാൽ 4 - 6 ആണ്. ഇനി 2ന്റെ മുന്നിൽ മൈനസ് ആണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? 2 നമ്പറും കൂടെ കൂട്ടുക, മുന്നിൽ മൈനസ് ഇട്ട് കൊടുക്കുക. ഇത് 3 എണ്ണമാണ് ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഐഡിയ എന്ന് പറയുന്നത്. ഇനി ബൈസെക്ടേഴ്സ് അഥവാ സമഭാജികൾ, അതിൽ 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് എങ്ങനെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം, ഒന്ന് എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഈ കാണുന്ന എ ബിയുടെ ലംബ സമഭാജി കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. ഈ കാണുന്ന നീളവും AM-ഉം MB-യും തുല്യമായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, അടുത്തതായിട്ട് എങ്ങനെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. ഈ 2 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ലൈവിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ നോക്കിക്കേ, ഈ കാണുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് x ഉണ്ടെങ്കിൽ AX എന്ന് പറയുന്നതും BX എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. AX എന്ന് പറയുന്നതും BX എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അതുപോലെ AY എന്ന് പറയുന്നതും BY എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ ഈ y എന്ന് പറയുന്നത് എവിടെയുള്ള പോയിന്റ് ആയിരിക്കും? ലംബ സമഭാജിയിലെ പോയിന്റ് ആയിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ള പോയിന്റ് ആയിരിക്കും. അതും പഠിച്ചു വെക്കുക. ഇപ്പോൾ AG = BG, അപ്പൊ G എവിടെയുള്ള പോയിന്റാ? ഇതിലുള്ള പോയിന്റ് ആണ്. AM = BM. കണ്ടോ, M എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ള പോയിന്റ് ആണ്. ആ ഐഡിയ മനസ്സിലാക്കി വെക്കണം. സോ 7 ചാപ്റ്റേഴ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 2:3 എന്നാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ബോയ്സിന്റെ എണ്ണം 2x, ഗേൾസിന്റെ എണ്ണം 3x. ഏത് അളവാണെങ്കിലും തന്നിട്ടുള്ള റേഷ്യോ A:B ആണെങ്കിൽ ഒന്നാമത്തെ അളവ് AX, രണ്ടാമത്തെ അളവ് BX. ഓക്കെ, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. ഇനിയിപ്പോൾ ലൈനാണ്. ഇപ്പോൾ ലൈൻ നമ്മൾ റേഷ്യോ 2:3. അപ്പോൾ ഈ കഷ്ണത്തിന്റെ നീളം 2x, ഈ കഷ്ണത്തിന്റെ നീളം 3x. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കാണാം, ഈ ടോട്ടൽ നീളം AB, ആ ABന്റെ ABനെ 5 ഭാഗമാക്കിയാൽ അതിൽ 2 ഭാഗമാണ് AC. ഓക്കെ, 2:3 ആണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ AC-നെ 2 ഭാഗമാക്കാം തുല്യമായ. അതേ നീളമുള്ള 3 ഭാഗമാക്കാം ആരെ? CB-നെ. അതായത് AB-നെ തുല്യമായ 5 ഭാഗങ്ങളാക്കിയാൽ അതിൽ 2 ഭാഗമാണ് AC. സോ AC എന്ന് പറയുന്നത് 2/5 ഇൻറ്റു AB. അതേപോലെ BC എന്ന് പറയുന്നത് 3/5 ഇൻറ്റു AB. എങ്ങനെ 5 കിട്ടുന്നത്? ഇത് 2 കൂടെ കൂട്ടുക, 2 3. ഓക്കെ, ആ ഐഡിയ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ 3 റേഷ്യോ വരുമ്പോൾ എങ്ങനെ ചെയ്യണം അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ 2:3:4 ആണെങ്കിൽ സൈഡുകൾ 2x, 3x, 4x. ഇനി ഇവിടെ ഇങ്ങനെ CD എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുമ്പോൾ AD-യും DB-യും തമ്മിലുള്ള റേഷ്യോവും അതേപോലെ ഈ 2 ട്രയാങ്കിളിന്റെയും ഏരിയ അഥവാ പരപ്പളവുകൾ തമ്മിലുള്ള റേഷ്യോവും സെയിം ആണ് എന്ന കാര്യം എൻ്റെ മക്കൾ ഓർത്തു വെക്കണം. ഇനി സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ നോക്കിക്കോ. സർക്കിളിൽ നിന്ന് നമ്മളൊരു റേഡിയസ് വരച്ചാൽ അത് കോഡിനെ കൃത്യമായിട്ട് സർക്കിളിൽ നിന്ന് ഇതൊരു കോഡാണ്. കോഡ് എന്ന് പറഞ്ഞാൽ ഞാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, വൃത്തത്തിലെ ഏത് 2 പോയിന്റിനെയും യോജിപ്പിക്കുന്ന വരേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഞാൺ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഞാണിനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഈ C എന്ന് പറയുന്നത് എന്താണ്? AB-യുടെ മധ്യബിന്ദു ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് റേഡിയസ് കോഡിനെ ബൈസെക്ട് ചെയ്യും. റേഡിയസ് കോഡിനെ ബൈസെക്ട് ചെയ്യും. ഇപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രിയിൽ നമ്മൾ റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ അത് കോഡിനെ ബൈസെക്ട് ചെയ്യും. അതല്ലെങ്കിൽ ഇവിടുന്ന് മിഡ് പോയിന്റിൽ നിന്ന് റേഡിയസ് സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, 2 കോഡുകൾക്ക് ഒരേ നീളമാണെങ്കിൽ അത് സെൻറ്ററിൽ നിന്ന് ഒരേ അകലത്തിലാണ്. അതായത് OP എന്ന് പറയുന്ന നീളവും OQ എന്ന് പറയുന്ന നീളവും സെയിം ആയിരിക്കും. OP എന്ന് പറയുന്നതും OQ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും എന്ന കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ശ്രദ്ധിച്ചേ,
ഇവിടെ എ സി എന്ന് പറയുന്നത് ഈ കാണുന്ന എ ബിന്റെ പകുതിയാണ്. ഈ എ സി എന്ന് പറയുന്നത് എ ബിന്റെ പകുതിയാണ്. കോഡിന്റെ നീളം കാണാൻ ഈ പകുതി ആദ്യം കണ്ടുപിടിക്കാം. അതിന് ഈ അകലം, അതിനെയാണ് ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതാണ് നമ്മളുടെ റേഡിയസ്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് എ ബിന്റെ നീളം കണ്ടുപിടിക്കാം. അതിനാണ് ഞാൻ എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്? എ സി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ, എ സി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ. ആ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് എ സി കണ്ടുപിടിക്കാം. എ സിന്റെ ഡബിൾ എടുത്താൽ എ ബി കണ്ടുപിടിക്കാം. മനസ്സിലാക്കി വെക്കണം. ഓക്കെ. പിന്നെ പരിവൃത്തം അഥവാ സർക്കം സർക്കിൾ, അതായത് ഒരു ത്രികോണത്തിന്റെ ട്രയാങ്കിളിന്റെ 3 മൂലയിലൂടെയും കടന്നു പോകുന്ന സർക്കിളിനെയാണ് പരിവൃത്തം എന്ന് പറയുന്നത്. എങ്ങനെയാ വരയ്ക്കുക? എല്ലാ സൈഡിന്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അതൊരു പോയിന്റിൽ കൂട്ടിമുട്ടും. എല്ലാ വശങ്ങളുടെയും ലംബ സമഭാജി വരച്ചു കഴിഞ്ഞാൽ അതൊരു പോയിന്റിൽ കൂട്ടിമുട്ടും. ആ പോയിന്റ് ആണ് നമ്മളുടെ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഡിനോമിനേറ്റർ 10, 100, 1000 അങ്ങനെ വരുന്നവരുള്ളത് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ 5, 2ന്റെയും 5ന്റെയും ഗുണിതങ്ങളായിട്ടുള്ള നമ്പേഴ്സ്, 2ഉം 5ഉം അത് മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ്. അതാണ് ഇപ്പോൾ 5 അല്ല 4, 125, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇപ്പോൾ 3/20. 20 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ ഇതാം? 2 × 2 × 5. ശരിയല്ലേ? അങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല. ഇപ്പോൾ 2 സ്ക്വയർ × 5, അപ്പോൾ 5 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ 5ഉം 2 പ്രാവശ്യം അങ്ങനെ ആക്കണം. അപ്പോൾ മുകളിൽ ഒരു 5 കൊണ്ട് ഗുണിക്കണം. ഇവിടെ ഒരു 5 ഉള്ളൂ, അപ്പോൾ ഒരു 5 കൊണ്ട് മുകളിൽ ഗുണിക്കുക. ആ രീതിയിൽ ചെയ്യേണ്ട മെത്തേഡ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം 1/3, അതേപോലെ 1/6, താഴെ 9 വരുന്ന കേസ്. ഇപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ 9 ആണെങ്കിൽ 2/9 എന്ന് പറഞ്ഞാൽ ആ നമ്പർ റിപ്പീറ്റ് ചെയ്യും. 3/9 എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കിക്കോ 0.3333. 6/9 എന്ന് പറഞ്ഞാൽ 0.66666. ആ ഐഡിയ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആ ഐഡിയ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓപ്പോസിറ്റ് സൈഡ് 5 പ്രോപ്പർട്ടി ഉള്ളത്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ അല്ലെ? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. അടുത്തുള്ള ആംഗിൾ കൂട്ടിയാൽ 180. അടുത്തുള്ള ആംഗിൾ കൂട്ടുമ്പോൾ പാരലലോഗ്രാമിന്റെ അടുത്തുള്ള ആംഗിൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ഡയഗണലുകൾ പരസ്പരം സമഭാഗം ചെയ്യും. വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഇനി പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? റോംബസ് അഥവാ സമഭുജ സാമാന്തരികം. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വികർണങ്ങൾ പരസ്പരം ലംബ സമഭാജികളാണ്. എന്താണ്? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലാർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലാർ ബൈസെക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ആംഗിൾസ് അല്ലെങ്കിൽ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? പാരലലോഗ്രാമിന്റെ ഡയഗണൽ ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ ആംഗിൾ എല്ലാം 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം അതൊരു റെക്റ്റാങ്കിൾ ആണ്. സൈഡ് ഈക്വൽ ആണെങ്കിൽ റോംബസ്. വശങ്ങൾ തുല്യമായാൽ സമഭുജ സാമാന്തരികം. അതല്ല, കോണുകളാണ് തുല്യമാകുന്നതെങ്കിൽ നമുക്ക് വിളിക്കാം റെക്റ്റാങ്കിൾ. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് റെക്റ്റാങ്കിൾ. ഇനി ഈ 2 പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ആരാണത്? സ്ക്വയർ. ഓക്കെ, 2 പേരുടെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതാണ് എന്ത്? സ്ക്വയർ. ഇനി ഏരിയ എന്ന് പറയുന്നത് പഠിച്ചു വെക്കണം. എന്തിൻ്റെത്? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ BH ആണ്, ബേസ് ഇൻറ്റു ഹൈറ്റ്. അതേസമയം റോംബസിന്റെ ഏരിയ 2 ഡയഗണലിന്റെ നീളം ഒന്ന് D1ഉം ഒന്ന് D2 ആണെങ്കിൽ ഏരിയ D1 D2 ഡിവൈഡഡ് ബൈ 2. D1 × D2 ഡിവൈഡഡ് ബൈ 2. ഇനി കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. സ്ക്വയറിന്റെ ഡയഗണൽ D ആണെങ്കിൽ മറ്റേ ഡയഗണലിലും D. അപ്പോൾ D1 × D2 പകരം D × D ബൈ 2. അതാണ് D²/2. അതാണ് D²/2. പഠിച്ചു വെക്കുക. ഇനി ട്രപ്പീസിയത്തിന്റെ കേസിൽ ട്രപ്പീസിയത്തിന്റെ പാരലൽ സൈഡുകളുടെ നീളം എയും ബിയും ആണെങ്കിൽ ഹൈറ്റ് എച്ചും ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ½ H × A+B. പാരലലോഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ ലൈവിൽ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിച്ചോ. നേരെ മറിച്ച് ട്രപ്പീസിയം ആണെങ്കിൽ അതിനെ നമുക്കൊരു ട്രയാങ്കിളും ഒരു പാരലലോഗ്രം ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഒരു ട്രയാങ്കിളും ഒരു പാരലലോഗ്രം അങ്ങനെ കൺസ്ട്രക്ട് ചെയ്താൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ
ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത പഠിച്ചിരിക്കണം. ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ അതിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഡി എന്ന് പറയുന്നത് ആംഗിൾ സിക്ക് ഈക്വൽ ആയിരിക്കും. എ ബി എന്ന് പറയുന്നത് സി ഡിക്ക് പാരലൽ ആണ്. പക്ഷേ ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സൈഡുകൾ രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, പാരലൽ ആവുക എന്ന് പറയുന്നത് എല്ലാ ട്രപ്പീസിയത്തിലുള്ള കാര്യമാണ്. പക്ഷേ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഇത് രണ്ടും ഈക്വൽ ആവുക, ഇത് രണ്ടും ഈക്വൽ ആവുക, ഈ 2 ആംഗിൾസും ഈക്വൽ ആവുക. അതാർക്കേ ഉള്ളൂ? ഐസോസിലസ് ട്രപ്പീസിയം. ഓക്കെ മക്കളെ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇങ്ങനെ ഒരു ടേബിൾ വന്നാൽ നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. നോക്കിക്കോ, ഒന്നുമില്ല 0 to 500 എത്ര പേരാളേ? 3. നിങ്ങൾ നോക്ക്, 4ന്റെയും 2ന്റെ ഇടയിൽ ഈ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന നമ്പർ 3 ആണ്. 3ന് നേരെ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു, 0 to 500. ഓക്കെ, അടുത്തത് 5 അല്ലേ, 500 to 1000, 5ന് നേരെ വരയ്ക്കാം. ഇതിങ്ങനെ വരച്ചു പോകാനേ ഉള്ളൂ. അത് സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. അത്രയുമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത്രയും പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മക്കളെ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് അടുത്ത വർഷം 9ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച ഓൺലൈൻ ട്യൂഷൻ ലഭിക്കണമെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് വേണ്ട ഏറ്റവും അടിപൊളിയായിട്ടുള്ള സൈലത്തിൻ്റെ ഇൻഫിനിറ്റി ബാച്ച്, അതായത് നിഞ്ച ഇൻഫിനിറ്റി എന്ന് പറയുന്ന ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് അടുത്ത വർഷം നമുക്ക് 80 മാർക്കിൻ്റെ എക്സാംസ് ആണ് എഴുതാനുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് ബേസിക്സ് മുതൽ സെറ്റാക്കിയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ വിളിക്കുക. നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.